Good morning. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ. A rod of 28 centimeters long is to bend to make a rectangle. Okay. Can a rectangle of diagonal 8 centimeters can be made? അപ്പോൾ എന്താ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ മാതിരി തന്നെയൊരു പ്രോബ്ലമാണ്. നമുക്ക് 28 മീറ്ററോളം നീളമുള്ള ഒരു കയറ് മടക്കി നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അതിനർത്ഥം എന്താ പെരിമീറ്ററാണ് 28, ചുറ്റളവാണ് 28. ഓക്കെ. അപ്പോൾ അത് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ അങ്ങനെ കിട്ടുമോ? ഓക്കെ. പെരിമീറ്റർ 28ഉം ഡയഗണൽ 8ഉം ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടുമോ? അതാണ് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പെരിമീറ്റർ 28 സെൻറ്റിമീറ്ററും ഡയഗണൽ 10 സെൻറ്റിമീറ്ററും നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡയഗണൽ 14 സെൻറ്റിമീറ്റർ ഉള്ള റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ പടം വരച്ചിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ഇതാണ് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 28 ആണ് തന്നിട്ടുണ്ട് അല്ലേ? പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മാതിരി തന്നെയാണ് ചെയ്യുന്നത്. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B = 28. അപ്പോൾ നമുക്ക് L + B കണ്ടുപിടിക്കാം. L + B = 28 / 2 = 14 സെൻറ്റിമീറ്റർ. L + B നമുക്ക് 14 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. ഇനി L ഉം B നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. L = x ആണെന്നുണ്ടെങ്കിൽ B എന്ത് വരും? B എന്ന് പറയുന്നത് 14 - L അല്ലേ? B എന്ന് പറയുന്നത് 14 - L ആണ്. L നമ്മൾ x ആണ് എടുത്തത്, അതുകൊണ്ട് L ന് പകരം നമുക്ക് x ഇടാം. അപ്പം ലെങ്ത് x ഉം ബ്രെഡ്ത്ത് 14 - x ഉം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തില്ല, ഇന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി തന്നെ ലെങ്ത് x ഉം ബ്രെഡ്ത്ത് 14 - x. ഇവിടെ തന്നെ വരും, ഇവിടെ തന്നെ വരും. നമുക്ക് എത്രയാണ് നമ്മുടെ റെക്റ്റാങ്കിൾ ഡയഗണൽ 8 ആവോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 8 ആണെന്നല്ല പറഞ്ഞിട്ടുള്ളത്, 8 ആവോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ 8 ആവോ ഇല്ലെന്ന് നോക്കാം. നമുക്ക് 8 ആവുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എക്സിന് കിട്ടും. ഓക്കെ. എക്സിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടും. അത് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണൽ ആവും എന്ന് പറയാം. എക്സിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 8 സെൻറ്റിമീറ്റർ ഡയഗണൽ ഇങ്ങനെ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ b² - 4ac വെച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് കിട്ടോ കിട്ടൂലേ. ഓക്കെ. അപ്പോൾ ലെങ്ത് x L + B = 14 ആണെന്ന് അറിയാം. ലെങ്ത് ഞാൻ x ആക്കി എടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 14 - L അല്ലേ? 14 - L x ആക്കി എടുത്താലാണല്ലോ 14 - x എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. നമ്മൾ എക്സിൻ്റെ ടേംസ് കണ്ടുപിടിച്ചു. എക്സിൻ്റെ ടേംസ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യുന്നത്. അതിന് കൂടെ L² + B² = 8² എന്നുള്ള ടേമിലെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ഭാരമാണ്. അപ്പോൾ ഇങ്ങനൊരു രീതിയിൽ ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ പൈതഗോറസ് തിയറം അപ്ലൈയിലാണ്. ഓക്കെ. ഇപ്പോൾ എന്താ ബേസ് സ്ക്വയർ x² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇവിടെ 14 ആണ്. 14 - x ² = a². ഇത് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ ഇത് x - y² x - y² എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? x² + y² -2xy അല്ലേ? x - y² ആണെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ആണ് x² + y² -2xy. ഇപ്പം പ്ലസ് ആണെന്നെങ്കിൽ ഇവിടെ പ്ലസ് വന്നേനെ. ഇപ്പം മൈനസ് ആയതുകൊണ്ട് ഈ 2ന്റെ അടുത്ത് മാത്രം മൈനസ് വരും. ഓക്കെ. -2xy. ജസ്റ്റ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം എന്താ x² പ്ലസ് ഓക്കെ 14 - x ആണ്. 14 - x² അല്ലേ? ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ ഓൾറെഡി ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അപ്പം എന്താ 14² പ്ലസ് x² -2 × 14 × x എന്ത് വരും? = 8². ഓക്കെ. എന്ത് വരും? x² പ്ലസ് 14² എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ. 14² എന്ന് പറയുമ്പോൾ 14 × 14 16 6 റിമൈൻഡർ 1 5 4 1 6 9 1 196 196 പ്ലസ് x² തന്നെയുണ്ട് -2 × 14 2 × 14 എന്ന് പറയുന്നത് എന്താണ്? 14 × 2 എന്ന് പറയുന്നത് 28 × x എന്ന് പറയുന്നത് 28x = 8². ഓക്കെ. കിട്ടിയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ x² ടേംസിനൊക്കെ നമുക്ക് ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ. ഇപ്പോൾ x² എത്ര ടേംസ് ഉണ്ട്? രണ്ടെണ്ണം അല്ലേ? x². അപ്പോൾ എന്താ x² + x² 2x² പ്ലസ് ഇനി x ഉള്ള ടേം എഴുതാമാണ്. അപ്പം പ്ലസ് അല്ല മൈനസ് ആണ് അല്ലേ? 28x -28x ആണ്. അപ്പോൾ സൈൻ അടക്കം എഴുതണം
28x കോൺസ്റ്റന്റ് ആയിട്ട് പ്ലസ് 96 പ്ലസ് 196 is equal to 8 സ്ക്വയർ. ഓക്കെ, നമുക്ക് 8 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. 8 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 64 എന്ന് അറിയാം. ഓക്കെ, ഈ 64 നമുക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ എന്ത് വരും, 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 64 is equal to 0. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോമിലേക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 64. 6 മൈനസ് 4 എന്ന് പറയുന്നത് 2, 9 മൈനസ് 6 എന്ന് പറയുന്നത് 3, 132. ഓക്കെ, ഞാൻ മൈനസ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വളരെ സൈഡിൽ മൈനസ് ചെയ്ത് നോക്കാം കേട്ടോ. is equal to 0. ഞാൻ ചെയ്യാൻ അറിയാവുന്നതല്ല, അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് കേട്ടോ, 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 ആണ് ഹയർ ടേം, അതുകൊണ്ട് അതിന്റെ പ്ലസ് വന്നു. ഓക്കെ, പ്ലസ് 132 is equal to 0 വന്നു. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടുണ്ട്. എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, എക്സിന്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോമിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 1 ആക്കാം. കുറച്ച് നമുക്ക് എളുപ്പത്തിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, 2, 8, 2 ലാസ്റ്റ് ഈവൻ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 2ന്റെ ടേബിളിൽ ഇത് പോകും അല്ലേ. അപ്പോൾ നമുക്ക് 2ന്റെ ടേബിളിൽ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഈക്വലിന്റെ അപ്പുറത്ത് 0 ആയതുകൊണ്ട് 0/2 എപ്പോഴും 0 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണ്ട. അപ്പോൾ 2/2 എക്സ് സ്ക്വയർ 1x സ്ക്വയർ കിട്ടും മൈനസ് 28/2 2 1 4 14x. ഓക്കെ, 28/2 എന്ന് പറയുന്നത് 14 ആണ്. 14x പ്ലസ് 132/2 2ന്റെ 6 ടൈംസ് റിമൈൻഡർ 1 6 66. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കാണിക്കാത്തത്. 132/2 എന്ന് പറയുന്നത് 66 ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 1x സ്ക്വയർ മൈനസ് 14x പ്ലസ് 66 0. അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാനാണെങ്കിൽ എന്താ, 14ന്റെ പകുതിയുടെ സ്ക്വയർ, 14ന്റെ പകുതി എന്ന് പറയുന്നത് 7 ആണ്. 7ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. അതേപോലെ നമ്മൾ ഇവിടെ 66 അപ്പുറത്തായിരിക്കും, 66ന്റെ അടുത്തും ആഡ് ചെയ്യണം. അപ്പോൾ വലിയ ടേംസ് വരും. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം അല്ലേ. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് വലിയതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അനുസരിച്ച് എക്സ് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഓക്കെ, അപ്പോൾ തന്നെ പഠിക്കണം, വേറെ ടെക്നിക്കൊന്നും വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഇവിടെ എ എന്താണ്, ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 14 ആണ്. സെപ്പറേറ്റ് ഓർമ്മ. സി എന്ന് പറയുന്നത് 66. എയും ബിയും സി അറിയാം, നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മൈനസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് മൈനസ് 14 ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 14. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, നമുക്ക് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ആദ്യം ബി ഇങ്ങനെ ഇക്വേഷൻ എഴുതാം, ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഈക്വൽ ടു, ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 21 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 66 ആണ്. ഓക്കെ, ഇപ്പോൾ 21 സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചേർന്നത് ഇവിടെ എവിടെയാണ് കണ്ടുപിടിച്ചത്, 21 സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, 21 സ്ക്വയർ ഇസ് ഈക്വൽ ടു കണ്ടുപിടിച്ചേർന്നെ 441. സോ 21 അല്ല, അവിടെ ബി എന്ന് പറയുന്നത് 21 അല്ലല്ലോ, മാറിപ്പോയി. ഇവിടെ ബി എന്ന് പറയുന്നത് 14 അല്ലേ. മൊത്തം മറിപ്പോ 21 ചെയ്യോ. ബി സ്ക്വയർ മൈനസ് 4ac. അപ്പൊ ബി എന്ന് പറയുന്നത് മൈനസ് 14 ആണ് അല്ലേ. അപ്പൊ മൈനസ് 14 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 66 ആണ്. ഓക്കെ, ഇപ്പൊ തെറ്റിപ്പോയതാണ്, സോറി. ബി എന്ന് പറയുന്നത് മൈനസ് 14 ആണ്. ഓക്കെ, അപ്പൊ ബി മൈനസ് 14 ഹോൾ സ്ക്വയർ മൈനസ് 14 ഇൻറ്റു മൈനസ് 14. അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും കേട്ടോ. മൈനസ് 14 ഹോൾ സ്ക്വയർ ആണ്, മീൻസ് മൈനസ് 14 ഇൻറ്റു മൈനസ് 14. അപ്പം മൈനസ് ഒരു ടേം ഈവൻ നമ്പർ ആണ് വന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് മാറും.
ഓക്കെ, ഓഡ് നമ്പർ ആണെന്ന് ഞാൻ മൈനസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പം -14 എന്ന് വരാണെങ്കിൽ ഉത്തരം എന്തായാലും പോസിറ്റീവ് ആയിരിക്കുള്ളൂ. കാരണം ഈ മോളിലുള്ള സംഖ്യ ഈവൻ ആണ്. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, -14 (5) ആണെങ്കിൽ എന്തായാലും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കുള്ളൂ. കാരണം ഇവിടെ ഓഡ് നമ്പർ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ ആവശ്യം വരുള്ളൂ, ഒന്നാമത് ആവശ്യമില്ല. അപ്പോൾ സ്ക്വയർ ഒക്കെ ചോദിക്കുള്ളൂ. സ്ക്വയർ നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 14 × 14 അതാണ് നമ്മൾ നോക്കിയത്. 14 × 14 = 196. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. 14 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 196 എന്ന്, അല്ലേ? അപ്പോൾ 196 - 4 × 1 × 66 means 66 × 4. അപ്പോൾ എന്ത് 24 ന് 4 റിമൈൻഡർ 2, 24, 25, 26, 264 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ്, ഇതൊരു നെഗറ്റീവ് സംഖ്യയാണ്, അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 264 മൈനസ് 15 1. ഓക്കെ, നമുക്ക് -68 എന്നാണ് കിട്ടുക. -68. ഇവിടെ ശ്രദ്ധിക്കാം, മൈനസ് ഇടാൻ കാരണം വലിയത് 264 ആണ്. 264ന്റെ സൈൻ മൈനസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? b² - 4ac. ഇതിൽ ഓൾറെഡി റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ റൂട്ട് വെച്ച് നിർത്താം. കാരണം b² - 4ac ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നോ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, b² - 4ac ഒരു നെഗറ്റീവ് നമ്പർ കിട്ടി. നേരത്തെ നമുക്ക് പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയത്. പോസിറ്റീവ് നമ്പർ ആണ് 2 സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ b² - 4ac നമുക്ക് -68 ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്? നോ, ഇന്നൊരു സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലാന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ്? ഡയഗണൽ 8 സെന്റിമീറ്റർ ആയിട്ട് നമുക്കൊരു റെക്ടാങ്കിളിനെ വരയ്ക്കാൻ പറ്റില്ല. ക്യാൻ എ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 8 സെന്റിമീറ്റേഴ്സ് ബി മെയ്ഡ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എഴുതാം നോ. എന്നാണ് നമുക്ക് ഒരു ഡയഗണൽ 8 സെന്റിമീറ്റർ ആയിട്ടുള്ള റെക്ടാങ്കിൾ മേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ b² - 4ac നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. കാരണം എന്താ, നിങ്ങൾക്ക് എന്തോരം ചെയ്താലും അതിൻ്റെ സൊല്യൂഷൻ കിട്ടില്ല. ഇവിടെ വെച്ച് നിർത്തിയിട്ട് എന്ത് പറയാം? നോ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ 8 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതായിരുന്നു ചോദ്യം. വികരണം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ചോദ്യം. അപ്പോൾ എന്താണ് ഉത്തരം? നോ. നോ ആണ് ഉത്തരം. കാരണം എന്താ, ഡയഗണൽ ഒരിക്കലും 8 സെന്റിമീറ്റർ ആവില്ല. ഓക്കെ, 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോ സൊല്യൂഷൻ കിട്ടി. അതിന്റെ അർത്ഥം ഡയഗണൽ ഒരിക്കലും 8 സെന്റിമീറ്ററിൽ നമുക്ക് റെക്ടാങ്കിൾ, പെരിമീറ്റർ 28 സെന്റിമീറ്റർ, ഡയഗണൽ 8 ആയിട്ടുള്ള റെക്ടാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഡയഗണൽ 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. ഡയഗണൽ 10 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് ഒക്കെ സെയിം തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പടമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡുകൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അല്ലേ? പെരിമീറ്റർ = 28 എന്ന് എഴുതിയായിരുന്നു. ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അതുകൊണ്ട് വീണ്ടും ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മൾ ചെയ്ത് തരാം. പെരിമീറ്റർ = 28 ഞാൻ സബ് ക്വസ്റ്റൻ അല്ലേ, ബി ക്വസ്റ്റൻ ആണ്. ഡയഗണൽ 10 ആവുമെന്ന് മാത്രമാണ് ചോദ്യം. നിങ്ങൾ റെക്ടാങ്കിളിൽ ഡയഗണൽ 10 ആയിട്ട് പെരിമീറ്റർ 28 ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? L B. ഓക്കെ, L x ആക്കി എടുത്തു. B എന്ന് പറയുന്നത് 14 - x തന്നെയായിരിക്കും. നേരത്തെ ക്വസ്റ്റിന് സെയിം പാരാമീറ്റേഴ്സ് തന്നെയായിരിക്കും. കാരണം അതിന്റെ സബ്സെറ്റ് ക്വസ്റ്റൻ അല്ലേ, 28 സെന്റിമീറ്റർ തന്നെയാണ് പെരിമീറ്റർ. പെരിമീറ്റർ മാറുന്നുണ്ടെങ്കിൽ സൈഡുകൾ മാറും, പക്ഷെ പെരിമീറ്റർ മാറിയിട്ടില്ല, അപ്പോൾ സൈഡുകൾ മാറില്ല. ജസ്റ്റ് ഒന്നുകൂടെ എഴുതി കാണിച്ചാൽ 2 × L + B = 28. L + B = 28/2 = 14. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെയിം ഉത്തരം തന്നെ കിട്ടണോ ചെക്ക് ചെയ്ത് നോക്കുക. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്താകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. യൂസിങ് ദ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും കണ്ടുപിടിക്കും. അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറയാൻ വഴിയില്ല. രണ്ടും നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. L + B = 28/2 = 14 എന്ന് കിട്ടി, അല്ലേ? അപ്പം നമുക്ക് L = x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ B എന്ത് കിട്ടും? 14 - L. 14 - L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 - x. നമ്മുടെ സൈഡ് സെയിം തന്നെ കഴിഞ്ഞാൽ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച മാതിരി സൈഡൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ വ്യത്യാസം വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയഗണൽ 8 ആണ് ചെക്ക് ചെയ്തത്.
അപ്പം 8 അല്ല എന്ന് മനസ്സിലായി. ഇനി 10 ആവുമോ നോക്കാം. 10 ആവുമോ നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നു. പൈതഗോറസ് തിയറം തന്നെയാണ് AC സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന്റെ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാം. അപ്പം x സ്ക്വയർ പ്ലസ് 14 മൈനസ് x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം അല്ലേ? ഇനി ചെയ്യണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ എക്സ് മൈനസ് വൈ ഡി ഹോൾ സ്ക്വയർ ആണ് നടക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ടല്ലോ, ഒട്ടും മുമ്പ് ചെയ്തല്ലേ. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഐഡന്റിറ്റി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 14 സ്ക്വയർ എന്താണ് മൈനസ് മൈനസ് 2xy ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താം. അപ്പൊ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 into 14 into x is equal to 10 square. Okay. അപ്പോൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചെയ്താൽ പോവാണ്. 10 square plus 14 square നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 14 into 14 196 അല്ലേ? 196 ആണ് കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ചെയ്യാത്തത് 196 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യാൻ സമയം കാണിക്കാം. പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 into 14 28 x is equal to 10 square. 10 square എന്ന് പറഞ്ഞാൽ 100. 10 into 10 100. ഓക്കെ, അപ്പോൾ ഇവിടെ 2x സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 is equal to 100 ഒന്നുമില്ലോ. നമുക്ക് എന്ത് ചെയ്യാം? 100 പ്രത്യേകം എഴുതാം. 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 100. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തും നമ്പർ വേണം കേട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് നമ്പേഴ്സ് എടുത്താൽ മതി. എന്തോരും ഈക്വൽ ടു 0. 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 100. 196 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 96 100 കുറച്ച് കഴിഞ്ഞാൽ 96 കിട്ടും അല്ലേ? 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 ആണ് വേണ്ടിയത്, അതൊരു പ്ലസ് 96 is equal to 0. രണ്ട് മൈനസ് ചെയ്തിട്ടാണ് 96 കിട്ടുക. ചെയ്യേണ്ട ആവശ്യമില്ല. 196 100 കുറച്ച് കഴിഞ്ഞാൽ 96. ഓക്കെ, നോക്കാം. ഇനി എക്സ് സ്ക്വയർ 1 ആക്കാൻ പറ്റുമോ നോക്കാം. 286 ഒക്കെ ഈവൻ നമ്പേഴ്സ് ആണ് ലാസ്റ്റ് വരുന്നത്. ഈവൻ നമ്പേഴ്സ് ആണ് ലാസ്റ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ? 2 വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 ആണെന്നെങ്കിൽ സംഭവിക്കാം. ഇവിടെ 3 ആണെന്നെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനെ 1 ആക്കേണ്ടത്. അപ്പോൾ എല്ലാതും 3 വെച്ച് പോകും നോക്കാം. അപ്പോൾ എല്ലാവരും 3 ഇതിന് പോകും, പക്ഷേ ഇത് പോവില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിനെ മൊത്തമായിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ്റെ A 3 B മൈനസ് 28 C 96 ചൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരില്ല. പക്ഷെ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാക്കുന്നതായിരിക്കും എളുപ്പം. കാരണം പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ 1x സ്ക്വയർ മൈനസ് 14x പ്ലസ് 2 വെച്ച് പോകുമ്പോൾ എന്തെങ്കിലും 2 4s are 8 16 16 എന്ന് പറയുമ്പോൾ 8 48 അല്ലേ? 48 into 2 196 is equal to 0. 1x square plus 14x minus 48 is equal to 0. Okay, plus 48 is equal to 0. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള സംഭവമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി നമ്മൾ സൈഡ് കണ്ടുപിടിക്കാൻ പോകാം കേട്ടോ. സോ ഇപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. എന്തൊരു x is equal to minus b plus or minus root of b square minus 4ac by 2a. ഓക്കെ, b എന്താണ് അറിയാം. a എന്ന് പറയുന്നത് 1 ആണ്. a എന്ന് പറയുന്നത് 1, b എന്ന് പറയുന്നത് മൈനസ് 14, c എന്ന് പറയുന്നത് 48. ഈ മൈനസ് എടുക്കാൻ മറക്കരുത്. മൈനസ് എടുക്കാൻ മറന്നെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിക്കും കേട്ടോ. മൈനസ് 14. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് b സ്ക്വയർ മൈനസ് 4ac. b സ്ക്വയർ മൈനസ് 4ac is equal to b സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 14 ഹോൾ സ്ക്വയർ അല്ലേ? മൈനസ് 14 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് 48 ആണ്. അറിയാലോ 48. ഓക്കെ, ഈ 14 സ്ക്വയർ എത്രയാണ്? 196 is equal to 196 മൈനസ് 48 ഇൻറ്റു 4. 32 ന് 2 റിമൈൻഡർ 3 16 17 18 19 192 എന്ന് കിട്ടും. അപ്പോൾ
അപ്പോൾ എന്ത് വരും 196 മൈനസ് 192 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac 4 ആണ് കിട്ടി. ഒരു പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ രണ്ട് ആൻസർ എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ? നമുക്ക് വേണ്ടത് റൂട്ടാണ്. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അവിടെ നമ്മൾ ഈ റൂട്ട് നിർത്താൻ എന്താ ക്വസ്റ്റിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതാ അതിന് സൊല്യൂഷൻ ഇല്ല. വല്ല വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് നിങ്ങൾക്ക് നിർത്താം, അതിന് സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, അതുകൊണ്ട് അതിന് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നിർത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 4 എന്ന് പറയുന്നത് 2 അല്ലേ? ബി സ്ക്വയർ മൈനസ് 4ac 2 ആണ് കിട്ടി. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? x is equal to minus b. അപ്പോൾ മൈനസ് 14. ഇവിടെ രണ്ട് മൈനസ് വരും, അത് മറക്കരുത്. മൈനസ് 14. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഉള്ള ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്നത് പ്ലസ് വാല്യൂ ആയിരിക്കും കേട്ടോ. അത് ഇക്വേഷൻ അനുസരിച്ച് മാറും. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 48. അയ്യോ, അത് ചെയ്യണ്ടല്ലോ, നമുക്ക് 2 കിട്ടിയിട്ടില്ലേ? അപ്പം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് എന്തിട്ട് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. അപ്പോൾ എന്ത് കിട്ടും? 40. രണ്ട് മൈനസും കൂടി പ്ലസ് ആവും അല്ലേ? 14 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 14 മൈനസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, 14 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 16/2. 16/2 എന്ന് പറയുമ്പോൾ 8 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നുപോലെ x is equal to 8 എന്ന് കിട്ടും. ഇനി x is equal to എന്ത് കിട്ടും? 14 മൈനസ് 2 ഡിവൈഡ് ബൈ 2. 14 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 6 ആണ്. ഒന്നുപോലെ 8 ആവാം, സോറി, ഒന്നുപോലെ x 8 ആവാം, അല്ലെങ്കിൽ x 6 ആവാം. നിങ്ങൾക്ക് രണ്ട് സൈഡ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് വരും? സൈഡ്സ് എന്ത് വരും? സൈഡ്സ് x 14 മൈനസ് x വരുന്നു. അപ്പം x 8 ആണെന്നുണ്ടെങ്കിൽ 8, 14 മൈനസ് x എന്ന് പറയുമ്പോൾ 6. അപ്പം ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ 8ഉം 6ഉം ആവും സൈഡുകൾ. ഞാൻ അടുത്തെന്ന് പറയുന്നത് സൈഡ് 6 ആണെന്നുണ്ടെങ്കിൽ എന്താ? സൈഡ് 8 ആണെങ്കിൽ കണ്ടുപിടിച്ചു. സൈഡ് 6 ആണെന്നുണ്ടെങ്കിൽ സൈഡ് ലെങ്ത് 6 ആവാം. അപ്പോൾ 14 മൈനസ് 6 എന്ന് പറയുമ്പോൾ 8. ഓക്കെ, അപ്പോൾ അതുപോലെ ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് ലെങ്ത് 8ഉം ബ്രെഡ്ത്ത് 6ഉം, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 6ഉം ലെങ്ത് 8ഉം, ഈ രീതിയിലും എന്താവാം നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിന്ന് ഈ പ്രോബ്ലം ചെയ്താൽ മതി. ഞാൻ നമുക്ക് രണ്ടൊന്നും ചെയ്തു അല്ലേ? പിന്നെ അടുത്തത് ഡയഗണൽ 14 ആണ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഡയഗണൽ 14 ആണ്. ഡയഗണൽ 14 അല്ലേ? അതെ, ഡയഗണൽ 14 സെൻറ്റിമീറ്റേഴ്സ് ആവുമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവസാനം എന്താ കിട്ടുന്നതെന്ന് പറയാം. ബി സ്ക്വയർ മൈനസ് 4ac is equal to 0. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ആൻസർ മാത്രമേ കിട്ടുള്ളൂ. ഒരു ആൻസർ മാത്രമേ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ബി സ്ക്വയർ മൈനസ് 4ac നിങ്ങൾക്ക് ഉത്തരം എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 എക്സിന്റെ വാല്യൂ ബി സ്ക്വയർ മൈനസ് 4ac നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിക്കൂലേ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 0/2a എന്ന് വരും. ഓക്കെ, അപ്പോൾ മൈനസ് ബി ബൈ 2a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് മൈനസ് ബി ബൈ 2 ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. 14 എന്തോ കിട്ടും. അപ്പം നമുക്ക് എപ്പോഴും എന്താണ്? ഒരു സൈഡ് മാത്രമേ കിട്ടുള്ളൂ. ഒരു സൈഡ് നമുക്ക് കിട്ടും, ഒരു സൈഡ് 0 എന്ന് കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിൾ അങ്ങനെ ആവാൻ പറ്റുമോ? ഒരു സൈഡ് 14, ഒരു സൈഡ് 14 എന്നാണ് തോന്നുന്നെങ്കിൽ അറിയില്ല. ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, അതെ, ഒരു സൈഡ് 14 കിട്ടിയത്. അപ്പോൾ 14 ഒരു സൈഡ് കിട്ടും, ഒരു സൈഡ് 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് റെക്റ്റാങ്കിൾ ആവാൻ പറ്റുമോ? റെക്റ്റാങ്കിൾ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 14 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡയഗണൽ ഇല്ല എന്ന് നമുക്ക് അവസാനം അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യുന്നതൊക്കെ സെയിം പോലെ തന്നെ. എന്താ? നമ്മൾ ഈ 14 നമ്മളിപ്പോൾ 8ഉം 2 പകരം 14 ആയിട്ട് ചെയ്യാം. 14 സ്ക്വയർ ആയിട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ 0 കിട്ടിയാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആണ്. അപ്പോൾ ആ ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നിങ്ങൾ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് ബി ബൈ 2a കിട്ടും. അപ്പം അതിന് മൈനസ് ബി ബൈ 2a ചെയ്യുമ്പോൾ എന്ത്? 14 എന്നൊരു ഉത്തരം കിട്ടും. ഓക്കെ, മറ്റേ സൈഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു സൈഡ് 0, ഒരു സൈഡ് 14 ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. അതുകൊണ്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ? ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ടെങ്കിൽ ഒരു ആൻസർ മാത്രമേ കിട്ടുള്ളൂ. അതാണ് കണ്ടത്. ബി സ്ക്വയർ മൈനസ് 4ac വരുമ്പോൾ ഒരു ആൻസർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആണ് സൊല്യൂഷനെ കിട്ടുള്ളൂ. അപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട്
14 സെൻറ്റിമീറ്റർ ഡയഗണലുള്ളൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാം. കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ മതി. ഇക്വേഷൻ നടന്നതൊക്കെ സെയിം മാതിരി തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് വേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത്രേ ഉള്ളവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അതിനെ കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ഉള്ളതായിട്ട് ചെയ്യാം. താങ്ക് യു.